ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കമ്പാഷനേറ്റ് അപ്പോയിൻമെൻറ്റിനെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു കേസിനെ കുറിച്ചാണ്. കമ്പാഷനേറ്റ് അപ്പോയിൻമെൻറ്റിന് ഒരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. ആ ടൈം ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പരിഗണിക്കുമോ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ കമ്പാഷനേറ്റ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൻ്റെ ഭാഗമാണ്. സർവീസിലിരിക്കെ മരണപ്പെട്ടു പോകുന്ന ഒരാളുടെ കുടുംബത്തിന്, അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരു കമ്പാഷനേറ്റ് ബേസിൽ കൊടുക്കുന്ന ഒരു അപ്പോയിൻമെൻറ്റാണ് കമ്പാഷനേറ്റ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു സഹതാപപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അവർ പട്ടിണിയിലോട്ട് പോവരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കൊടുക്കുന്ന ഒരു അപ്പോയിൻമെൻറ്റാണ് കമ്പാഷനേറ്റ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചിലർ ഡൈ ഹാർനെസ് എന്നൊക്കെ പറയും. ഇങ്ങനെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഒരു ഫാമിലി മെമ്പേഴ്സിന് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് ഒരുപാട് നിയമപരമായിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ ഒരു റൂള് പറയുന്നുണ്ട്. ആ റൂള് പ്രകാരം മാത്രമേ ഈ കമ്പാഷനേറ്റ് അപ്പോയിൻമെൻറ്റ് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിന്ന് കമ്പാഷനേറ്റ് അപ്പോയിൻമെൻറ്റിൻ്റെ റൂളോ കാര്യങ്ങളോ അല്ല നോക്കുന്നത്. നമ്മൾ ഈ ഒരു ലിമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഫയൽ ചെയ്താലുണ്ടാവുന്ന ഡിഫിക്കൽട്ടീസിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇത് ഹൈക്കോർട്ടിൽ വന്ന ഒരു കേസാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഈ കേസ് കേൾക്കുകയും അവിടെ ഒരു ഡിസിഷൻ വരികയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ കേസിലെ പെറ്റീഷണർ ഹൈക്കോടതിയെ സമീപിച്ചതാണ്. ഇവിടെ പെറ്റീഷണർ എന്ന് പറയുന്നത് ഒരു ലേഡിയാണ്. അവരുടെ അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം 2011 മരണപ്പെട്ടുപോയി. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 4 വർഷ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ, അതായത് മരണപ്പെട്ടു പോയ ആളിന്റെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുള്ള ലീഗൽ ഹെയർസിൽ എല്ലാവരും നോ ഒബ്ജക്ഷൻ കൊടുത്തു. ഈ പെൺകുട്ടിക്ക് ജോലി കൊടുക്കുന്നതിൽ അവർക്ക് ആർക്കും ഒബ്ജക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് നോ ഒബ്ജക്ഷൻ കൊടുത്തു. അപ്പോൾ ഈ കുട്ടി തന്നെയാണ് ഇനി ഇതിന്റെ അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയർ കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റിന് യോഗ്യതയുള്ളത് ഈ കുട്ടിക്ക് തന്നെയാണ്. അപ്പോൾ ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 വർഷത്തെ കോഴ്സാണ്, അത്യാവശ്യം നല്ലൊരു കോഴ്സാണ്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുക അവർക്ക് ഇങ്ങനെ ഒരു ജോലിയിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, ടൈം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ഗവൺമെന്റ് അത് റിജക്റ്റ് ചെയ്തു. ഗവൺമെന്റ് പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇതിനകത്തില്ല, അതിനെക്കുറിച്ച് അങ്ങനെ ഒരു റൂൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എക്സ്റ്റൻഷൻ തരാൻ പറ്റില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞു. അതിനുശേഷം 2016 ഇവരൊരു ആപ്ലിക്കേഷൻ കൊടുത്തു ഈ കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ട്. അതിൽ കുറച്ച് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അത് ക്യൂർ ചെയ്തിട്ട് അവർ 18/4/2017 അവർ കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷേ ഗവൺമെന്റ് ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു. അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആപ്ലിക്കേഷൻ തന്നത് ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ടാണ്, ഇപ്പം 3 വർഷം കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പരിഗണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അത് റിജക്റ്റ് ചെയ്തു. അപ്പം അവർ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് പൈസയുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇത് പരിഗണിക്കണം, അവരൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ അവർക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലും, അതുപോലെ അവർ പൈസ പഠിക്കാനുള്ള കാര്യവും അതിൻ്റെ ഒരു നിർധനത്വം ഒക്കെ പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുത്തു. പക്ഷേ ഗവൺമെൻറ് അത് പരിഗണിച്ചില്ല. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ റൂളുണ്ട്, നിയമപ്രകാരം തരാൻ പറ്റില്ല എന്നാണ്. Application will not be considered favorably since the application for appointment under the scheme was made 3 years after the period of stipulated. അപ്പം അത്രയും സമയം കഴിഞ്ഞിട്ടാണ് കൊണ്ട് സബ്മിറ്റ് ചെയ്തത്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെറ്റീഷണർ കോടതിയെ സമീപിക്കുകയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ വരുന്നു, ഒരു OP ഫയൽ ചെയ്യുന്നു. അവിടെ ഇതിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നു. ട്രൈബ്യൂണൽ അവരുടെ വാദമൊക്കെ കേട്ട ശേഷം അവരുടെ ആ ഒരു പെറ്റീഷനെ ഡിസ്മിസ് ചെയ്യുകയാണ് ചെയ്തത്. അവർ ഇങ്ങനെയാണ് ആർഗ്യ ചെയ്തതെങ്കിൽ സെക്കൻഡ് റെസ്പോണ്ടന്റ് വരികയും ഗവൺമെന്റിന് വേണ്ടിയിട്ട് അവിടെ കോടതിയിൽ അപ്പിയറൻസ് ഉണ്ടായിരുന്നു. അവർ കോടതിയിൽ വരികയും അവർ ആർഗ്യ ചെയ്തത് എന്തെന്ന് വെച്ചാൽ എക്സ്റ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല, അതിന് റൂളില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാനത് വായിച്ചു തരാം. The tribunal on a consideration of a rival contention dismissed the original application as per order dated 28/11/2019 28/11/2019, holding that the petitioner has not submitted the application within a time limit of 2 years prescribed as per clause 19 of GOP number 1299 P and ARD dated 24/5/1999. അത് പ്രകാരം 2 വർഷത്തിനകം ആപ്ലിക്കേഷൻ കൊടുക്കണം. ഒരാൾ മരണപ്പെട്ട് 2 വർഷത്തിനകം തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. ആൻഡ് ദെയർഫോർ ദ പെറ്റീഷണർ ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ഫോർ എനി റിലീഫ്. അതുകൊണ്ട് തന്നെ പെറ്റീഷണർക്ക് യാതൊരു വിധത്തിലും റിലീഫ് കോടതി ഗ്രാൻഡ് ചെയ്ത് തരില്ല. അങ്ങനെ ഈ ഓർഡറിൽ അഗ്രീവ്ഡ് ആയിക്കൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ദ ടൈം ലിമിറ്റ് ഫോർ പ്രിഫറിംഗ് ആപ്ലിക്കേഷൻ അണ്ടർ ദ സ്കീം വിൽ ബി 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഓഫ് ദ ഗവൺമെന്റ് സർവൻസ്. ഇൻ ദ കേസ് ഓഫ് മൈനർ ദ പീരീഡ് വിൽ ബി വിത്തിൻ 3 years ആഫ്റ്റർ അറ്റൈനിങ് മെജോറിറ്റി. ഇനി ഒരു കുട്ടിയുടെ കാര്യമാണെങ്കിൽ ഒരാൾ മരണപ്പെട്ടപ്പം അവർ 18 വയസ്സ് തികഞ്ഞില്ല, അവരുടെ മക്കൾക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ 3 വർഷം കൂടി സമയം കൊടുക്കും. അതായത് 21 വയസ്സ് വരെ അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അല്ലാത്തവർക്കെല്ലാം 2 വർഷമാണ്. ഇപ്പം മരണപ്പെടുന്ന സമയത്ത് 18 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ അവർക്ക് 2 വർഷത്തിനകം ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പം മരണപ്പെടുന്ന സമയത്ത് ഒരാൾ 14 വയസ്സേ ഉള്ളെങ്കിൽ പിന്നെ അയാൾ 18 വയസ്സായി
പിന്നെ അവർക്ക് 3 വർഷം കൂടെ സമയം കിട്ടും. അപ്പോൾ അവർക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ഇതാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇവർ ഈ സമയം കഴിഞ്ഞിട്ടാണ് കൊണ്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തത്. അതുകൊണ്ട് ഇവർ ആപ്ലിക്കേഷൻ പരിഗണിക്കാൻ പറ്റില്ല എന്ന് ഗവൺമെൻറ്റും ഡിസൈഡ് ചെയ്തു, ട്രൈബ്യൂണലും ഡിസൈഡ് ചെയ്തു. പിന്നെ ഹൈക്കോടതിയുടെ മുമ്പാണ് ഈ കേസ് വരുന്നത്. ഹൈക്കോടതി ഒരുപാട് ഡിസിഷനൊക്കെ വിലയിരുത്തിയതിനു ശേഷമാണ് ഓർഡർ ഇട്ടത്. നമുക്ക് ആ ഡിസിഷൻ എന്തൊക്കെയാണ് കോടതി വിലയിരുത്തിയെന്ന് നോക്കാം. ഒന്നാമത്തത് ഭവാനി പ്രസാദ് സോൻകർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞാൽ സോൾലി ഓൺ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സ്, അതൊരു മനുഷ്യത്വപരമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അത് ആർക്കെന്ന് വെച്ചാൽ മരണപ്പെട്ടു പോകുന്ന എംപ്ലോയീസിന്റെ ഫാമിലിക്ക്. അതൊരു ഫൈനാൻഷ്യൽ ക്രൈസിസോ ഒക്കെ ഉണ്ടാവും അവർക്ക് അതിനുശേഷം, അത് വരാതിരിക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. ദ കോൺസെപ്റ്റ് ഓഫ് കമ്പാഷനേറ്റ് appointment has been recognized as an exception to the general rule, and therefore the scheme or the policy is binding both on the employer and the employee. Being an exception, the scheme has to be strictly construed and confined only to the purpose it seek to achieve എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടാണ് എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കൊടുക്കുക എന്ന് പറയുന്നത്, ഈ ഒരു കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റ് കൊടുക്കുക എന്ന് പറയുന്നത്, അതൊക്കെ റൂള് പ്രകാരം നടക്കുന്ന കാര്യങ്ങളാണ്. അത് റൂളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കംപ്ലൈ ചെയ്തിട്ട് വേണം ഈ കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റ് ഒക്കെ കൊടുക്കാനുള്ളത്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വേഴ്സസ് മധുസൂദൻ ദാസ് ആൻഡ് അതേഴ്സ്. അത് സുപ്രീം കോടതിയിൽ വന്ന കേസാണ്. സുപ്രീം കോർട്ട് while considering an issue regarding the compassionate appointment held that appointment on compassionate ground cannot be claimed as a matter of right and that it must be provided for in the rules. ഈ കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് മാറ്റർ ഓഫ് റൈറ്റ് അല്ല, അതൊരാളുടെ അവകാശമല്ല. റൂള് പറഞ്ഞിട്ടുണ്ട്, റൂള് കംപ്ലൈ ചെയ്തുകൊണ്ട് വേണം അത് കൊടുക്കാനുള്ളത് എന്ന് ആ കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് തോന്നുന്ന സമയത്ത് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് റൂൾസ് ഒക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുത്ത് പിന്നെ പറയണം അയ്യോ എനിക്ക് മനുഷ്യത്വമാണ്, എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു, എനിക്കത് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറ്റാത്തത്, അല്ലെങ്കിൽ എനിക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. പകരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 2 വർഷം എന്നുള്ള സമയം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് തന്നെ ചെയ്യണം. മൈനർ ആണെങ്കിൽ 3 വർഷം, മെജോറിറ്റി അറ്റൈൻ ചെയ്ത് 3 വർഷം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് ആ നിയമം പറയുന്ന പോലെ ചെയ്യണം എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഉമേഷ് കുമാർ നാഗ്പാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന ആൻഡ് അതേഴ്സ്. ഫോർ ദീസ് വെരി റീസൺ ദ കമ്പാഷനേറ്റ് എംപ്ലോയ്മെന്റ് കനോട്ട് ബി ഗ്രാൻഡഡ് ആഫ്റ്റർ എ ലാപ്സ് ഓഫ് റീസണബിൾ പീരീഡ് വിച്ച് മസ്റ്റ് ബി സ്പെസിഫൈഡ് ഇൻ ദ റൂൾസ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞാൽ പറ്റത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല. ദ കൺസിഡറേഷൻ ഫോർ സച്ച് എംപ്ലോയ്മെന്റ് ഈസ് നോട്ട് എ വെസ്റ്റഡ് റൈറ്റ്. അതൊരു വെസ്റ്റഡ് റൈറ്റ് അല്ല കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ, വിച്ച് ക്യാൻ ബി എക്സസൈസ്ഡ് അറ്റ് എനി ടൈം ഇൻ ഫ്യൂച്ചർ. ഏത് സമയത്തും കൊണ്ടുവന്ന് കൊടുത്ത് അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ദ ഒബ്ജക്റ്റീവ് ബീങ് ടു എനേബിൾ ദ ഫാമിലി ടു ഗെറ്റ് ഓവർ ദ ഫൈനാൻഷ്യൽ ക്രൈസിസ് വിച്ച് ഇറ്റ് ഫേസസ് അറ്റ് ദ ടൈം ഓഫ് ദ ഡെത്ത് ഓഫ് ദ സോൾ ബ്രെഡ് വിന്നർ. അതായത് ഇതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഫാമിലിക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മരണപ്പെട്ടു പോകുന്ന ആളെന്ന് പറയുന്ന സോൾ ബ്രെഡ് വിന്നറാണ്. അദ്ദേഹമാണ് ഇവരെയൊക്കെ തീറ്റി പോറ്റുന്നത്. അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം പട്ടിണിയായി പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സമ്പ്രദായം കൊടുത്തിരിക്കുന്നത്. അത് റൂള് പ്രകാരം റൂള് പറയുന്ന രീതിയിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. കമ്പാഷനേറ്റ് എംപ്ലോയ്മെന്റ് കനോട്ട് ബി ക്ലെയിംഡ് ആൻഡ് ഓഫേർഡ് വാട്ട് എവർ ദ ലാപ്സ് ഓഫ് ടൈം ആൻഡ് ആഫ്റ്റർ ദ ക്രൈസിസ് ഈസ് ഓവർ. അതായത് ഏത് സമയത്തും കൊണ്ടുവന്ന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ആ ക്രൈസിസ് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാനും പറ്റത്തില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിന്റെ അകത്തും പറഞ്ഞിരിക്കുന്നത്. അടുത്തതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അനദർ വേഴ്സസ് രാജ്കുമാർ. എന്നത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നൗ വെൽ സെറ്റിൽഡ് ദാറ്റ് അപ്പോയിൻമെന്റ് ഓൺ കമ്പാഷനേറ്റ് ഗ്രൗണ്ട് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതൊരു സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ല. ഓൺ അതർ ഹാൻഡ് ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ ടു ദ ജനറൽ റൂൾ. ഇതൊരു ജനറൽ റൂളിന്റെ ഒരു എക്സെപ്ഷൻ ആണ്. ദാറ്റ് റിക്രൂട്ട്മെന്റ് ടു പബ്ലിക് സർവീസ് ഷുഡ് ബി ഓൺ ബേസിസ് ഓഫ് മെറിറ്റ്. ഈ പബ്ലിക് സർവീസ് എന്ന് പറയുന്നത് എപ്പോഴും മെറിറ്റിന്മേലാണ് കൊടുക്കേണ്ടത്. ബൈ ആൻ ഓപ്പൺ ഇൻവിറ്റേഷൻ പ്രൊവൈഡഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ എലിജിബിൾ പേഴ്സൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സെലക്ഷൻ പ്രോസസ്. ദ ഡിപ്പെൻഡൻസ് ഓഫ് എംപ്ലോയീസ് ഹു ഡൈസ് ഇൻ ഹാർഡ്നെസ് ഡു നോട്ട് have any special claim or right to employment except by way of concession that may be extended by employer under the rule or by a separate scheme. To enable the family of the deceased to get over the sudden financial crisis, the claim of compassionate appointment is therefore traceable only to the scheme framed by the employer for such employment and there is no right whatsoever outside such scheme. അപ്പോൾ നമുക്ക് പുറത്തു പോയി സ്കീമിന് പുറത്തു പോയി ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു റൂള് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കാര്യങ്ങളൊന്നും പരിഗണിക്കാൻ പറ്റത്തില്ല. അല്ലാത്തതെല്ലാം ജനറൽ റൂളിൽ വേണം കൊടുക്കാനുള്ളത്. ജനറൽ റൂള് മെറിറ്റിന്മേൽ വേണം അപ്പോയിൻമെന്റ്. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുത്ത് എല്ലാവരെയും വിളിച്ച് അവരെ പരീക്ഷയൊക്കെ നടത്തി വേണം അപ്പോയിൻമെന്റ് കൊടുക്കാനുള്ളത്. അതിനൊരു എക്സെപ്ഷനാണ് ഈ പറയുന്ന കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പോയി ഹ്യൂമാനിറ്റേറിയൻ
ഗ്രൗണ്ടൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അടുത്തത് ശ്രീജിത്ത് എൽ വേഴ്സസ് ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ കേരള ആൻഡ് അതേഴ്സ്. ഇവിടെ അപെക്സ് കോർട്ട് സുപ്രീം കോടതി വന്നതാണ്. ഹെൽത്ത് ദാറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റ് ഷുഡ് ബി സ്ട്രിക്ട്ലി മെയ്ഡ് വിത്തിൻ ദ ടൈം ലിമിറ്റ് സ്റ്റിപ്പുലേറ്റഡ് ഇൻ ദ സ്കീം ആൻഡ് ഹോൾഡിംഗ് സോ അപെക്സ് കോർട്ട് റിജക്റ്റഡ് ദ ക്ലെയിം ഓഫ് ദ ആപ്ലിക്കന്റ് ആസ് ദ ആപ്ലിക്കേഷൻ വാസ് മെയ്ഡ് ബിയോണ്ട് ദ പീരീഡ് സ്റ്റിപ്പുലേറ്റഡ് ഇൻ ദ സ്കീം ഫോർ മേക്കിംഗ് സച്ച് ക്ലെയിം. അപ്പോൾ ഈ കേസിനകത്ത് ഇതേപോലെ തന്നെ ആ പറയുന്ന സമയം കഴിഞ്ഞ് കൊണ്ടുവന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് തള്ളി, അത് പിന്നെ അനുവദിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശിവമൂർത്തി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. ദ അപെക്സ് കോർട്ട്, അതും സുപ്രീം കോടതി വന്നാണ്. വൈൽ കൺസിഡറിംഗ് ദ എൻറ്റൈറ്റിൽമെന്റ് ഫോർ അപ്പോയിൻമെന്റ് അണ്ടർ കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റ് സ്കീം ഹെൽഡ് ദാറ്റ് കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റ് ബീയിങ് ആൻ എക്സെപ്ഷൻ ടു ദ ജനറൽ റൂൾ ഓഫ് അപ്പോയിൻമെന്റ് ഇറ്റ് ക്യാൻ ഓൺലി ബി ക്ലെയിംഡ് സ്ട്രിക്ട്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് ദ സ്കീം ആൻഡ് നോട്ട് ബൈ സീക്കിംഗ് റിലാക്സേഷൻ ഓഫ് ദ ടേംസ് ഓഫ് ദ സ്കീം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇത് തന്നെയാണ് ശരി വെച്ചിരിക്കുന്നത്. അടുത്തത് സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ് ആൻഡ് അനദർ വേഴ്സസ് ശശി കുമാർ. ദ ഡയറക്ടർ ഓഫ് ട്രഷറീസ് ഇൻ കർണാടക ആൻഡ് അതേഴ്സ് വേഴ്സസ് വി സൗമ്യശ്രീ. ഇത് പറഞ്ഞു വെച്ചാൽ ഹാസ് റീറ്ററേറ്റഡ് ദാറ്റ് ദ കേസ് ഓഫ് അപ്പോയിൻമെന്റ് ഓൺ കമ്പാഷനേറ്റ് ഗ്രൗണ്ട് ദർ ഷുഡ് ബി സ്ട്രിക്ട് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ടേംസ് ഓഫ് ദ സ്കീം ആൻഡ് ദ അപ്പോയിൻമെന്റ് ക്യാൻ ബി മെയ്ഡ് ഓൺലി ഓൺ ഫുൾഫില്ലിംഗ് ദ നോംസ് ലെയ്ഡ് ഡൗൺ ബൈ ദ സ്റ്റേറ്റ് പോളിസി. ഇപ്പം റൂളിൽ പറയുന്ന പോലെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അതിൻ്റെ അകത്തും പറഞ്ഞിരിക്കുന്നത്. അടുത്ത കണ്ടൻഷൻ പെറ്റീഷണർ റേസ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് ആർട്ടിക്കിൾ 14 വയലേഷനാണ്. ഇത് ഇങ്ങനെ ആപ്ലിക്കേഷൻ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, അത് അലോ ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് വേറൊരു കേസിനകത്ത് ഇങ്ങനെ കൊടുത്തതായിട്ട് കാണുന്നു എന്നാണ് അവർ പറഞ്ഞത്. അത് പറഞ്ഞത് പെറ്റീഷണർ ഈസ് ദാറ്റ് ഷീ ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു ഡിസ്ക്രിമിനേഷൻ ഈസ് നോട്ട് എക്സ്റ്റെൻഡിങ് സിമിലർ ട്രീറ്റ്മെന്റ് ഗിവൺ ടു അനദർ എംപ്ലോയി ആസ് അനക്ഷർ A11 ഓർഡർ ഇൻ ദ മാറ്റർ ഓഫ് കണ്ടോണേഷൻ ഓഫ് ഡിലേ ആൻഡ് അലീജിയസ് വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 14 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. വേറൊരാൾക്ക് ഇത് കണക്ക് തന്നെ കണ്ടോൺ ചെയ്ത് കൊടുത്തു, ഡിലേ കണ്ടോൺ ചെയ്ത് കൊടുത്തതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞ ഒരു അനക്ഷർ അതിൽ ഹാജരാക്കി. അപ്പോൾ അവർ ആ അനക്ഷർ വായിച്ചു നോക്കി. കോടതി റിവീൽസ് ദാറ്റ് അനക്ഷർ പറഞ്ഞെന്ന് വെച്ചാൽ ഡിലേ ഹാസ് ബീൻ കണ്ടോൺഡ് ഇൻ ദാറ്റ് കേസ് ആസ് എ സ്പെഷ്യൽ കേസ്. അതൊരു സ്പെഷ്യൽ കേസായിരുന്നു ഫോർ ഗിവിംഗ് അപ്പോയിൻമെന്റ് ടു ദ ഡിപ്പെൻഡന്റ് സൺ ഓഫ് എ സാനിറ്റേഷൻ വർക്കർ ഇൻ തൃശൂർ കോർപ്പറേഷൻ. ഒരു സാനിറ്റേഷൻ വർക്കറിന്റെ മോന്, അയാളുടെ ഡിപ്പെൻഡന്റ് ആണ്. അദ്ദേഹം ഈ സമയം കഴിഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ കേസായിട്ട് അപ്പോയിൻമെന്റ് കൊടുത്തിരുന്നു. അപ്പോൾ ആ തൃശൂർ കോർപ്പറേഷൻ അക്സെപ്റ്റിംഗ് ദ ക്ലെയിം ഓഫ് ദ ആപ്ലിക്കന്റ് ദെയറിൻ ദാറ്റ് ഡ്യൂ ടു ദ ഇഗ്നോറൻസ് ഓഫ് ആപ്ലിക്കേഷൻ കുഡ് നോട്ട് ബി സബ്മിറ്റഡ് വിത്തിൻ ടൈം. അങ്ങനെ ഒരു സമയം അവർക്ക് ഇഗ്നോറന്റ് ആയിരുന്നു, അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം സമയം ലേറ്റ് ആയി പോയി. അങ്ങനെ തൃശൂർ കോർപ്പറേഷൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അനക്ഷർ ഇവിടെ ഹാജരാക്കി. പക്ഷേ കോടതി പറഞ്ഞെന്ന് വെച്ചാൽ ബട്ട് ദ പെറ്റീഷണർ, അവരൊരു സ്റ്റുഡന്റ് ആണ്, വാസ് അവെയർ ഓഫ് ദ ടൈം ലിമിറ്റ് ഫിക്സഡ് ഇൻ അനക്ഷർ A3 സ്കീം ആൻഡ് has even filed an application seeking extension of time for appointment under the compassionate appointment scheme, and the same was rejected and communicated to the petitioner as per Annexure A5 dated 19/9/2014. Even going by the pleadings in the original application, the applicant for compassionate appointment was only made during September 2016, even though the application seeking extension of time for applying under the scheme was rejected by the government as early as on 19/9/2014. അപ്പോൾ ഇവർക്കെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ആദ്യമേ ഒരു ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തത്. ആ ആപ്ലിക്കേഷൻ അവരുടെ റിജക്ട് ചെയ്തു. എന്നിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്. അപ്പം മറ്റവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞൂടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആലോചിച്ചത്. അപ്പോൾ ആ അനക്ഷർ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയത് അവർ അഡ്മിറ്റ് ചെയ്തില്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നും കോടതി പറഞ്ഞു. ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. ഇവരുടെ ഒരു തവണ ഇവർ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു, അത് റിജക്ട് ചെയ്തിട്ട് പിന്നെയും സമയം എടുത്തിട്ടാണ് കൊണ്ടുവന്ന് ഫയൽ ചെയ്തിരിക്കുന്നത്. അത് അവർ മനഃപൂർവ്വമാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് കോടതി വിലയിരുത്തിയത്. അതുപോലെ തന്നെ ദ ട്രൈബ്യൂണൽ ആൾസോ കൺസിഡേർഡ് ദാറ്റ് ദ സെഡ് ആസ്പെക്ട് and entered a finding that such order issued in exceptional cases cannot be a ground for seeking similar benefit. ഇപ്പോൾ എക്സെപ്ഷണൽ കേസസിൽ കൊടുത്ത ഒരു കാര്യം അത് ഒരു കൊണ്ടുവന്ന് സിമിലർ ബെനിഫിറ്റ് വേണമെന്ന് ആവശ്യപ്പെടാനായിട്ട് സാധിക്കില്ല എന്നും ട്രൈബ്യൂണൽ വിലയിരുത്തി ഈ കേസിനകത്ത്. Even otherwise the petitioner cannot rely on Annexure A11 order in support of her claim. The concept of compassionate appointment being an exception to the general rule, the scheme has to be strictly followed. അപ്പോൾ ഈ Annexure A11 കൊണ്ടുവന്ന് ഹാജരാക്കി, അത് വേറൊരാൾക്ക് ജോലി കിട്ടിയത് കൊണ്ടുവന്ന് ഡിലേ കണ്ടോൺ ചെയ്ത് ഹാജരാക്കി അതൊന്നും റിലേ ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? കോൺസെപ്റ്റ് ഓഫ് കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ജനറൽ റൂളിന്റെ എക്സെപ്ഷൻ ആണ്, അത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം എന്നാണ് കോടതി വിലയിരുത്തിയത്. ആസ് പെർ ക്ലോസ് 19 ഓഫ് അനക്ഷർ A3 സ്കീം, ദ ടൈം ലിമിറ്റ് ഓഫ് 2 years ഫ്രം ദ ഡെത്ത് ഓഫ് ദ ഗവൺമെന്റ് സർവന്റ് ഹാസ് ബീൻ ഫിക്സ്ഡ് ഫോർ മേക്കിംഗ് ആൻ ആപ്ലിക്കേഷൻ. ഇപ്പോൾ 2 വർഷം പറഞ്ഞിട്ടുണ്ട് റൂളിനകത്ത്. ദ അപെക്സ് കോർട്ട് ഡിസിഷൻസ് റെഫേർഡ് അബോ, നമ്മൾ നേരത്തെ പറഞ്ഞ അപെക്സ് കോർട്ട് ഡിസിഷനൊക്കെ കൃത്യമായിട്ടും കാണിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും. അതുകൊണ്ട് അതൊരു ലീഗൽ പ്രിൻസിപ്പിൾ ആണ്, അത് ബൈൻഡിങ് ആണ്, അത് കൃത്യമായിട്ടും ചെയ്യണം എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. അടുത്ത ദിനേശ് ശങ്കർ NT വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ്.
Ashok Kumar Uppal and others and the state of Jammu and Kashmir and others held that the power of exception cannot be exercised capriciously or arbitrarily to give an undue advantage or favor to an individual employee, and that such power cannot be invoked as a matter of course. In the light of the above, the petition cannot claim the benefit of A11 order passed by the government since it has been issued contrary to the legal principles discussed above. ഈ പറഞ്ഞ കൊണ്ടുവന്ന് ഹാജരാക്കിയ ആ ഓർഡർ ഉണ്ടല്ലോ, ആ ഡിലേ ചെയ്തിട്ട് കൊടുത്തത്, അത് ലീഗൽ പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആണ്. അത് തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ്. അതിവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിക്കൊണ്ട് ഒരു അൺഡു അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അത് അന്നത്തെ കാലത്ത് ആരും ചലഞ്ച് ചെയ്തിട്ടില്ല. അതിപ്പോഴും അങ്ങനെ കൊണ്ടുപോയതാണ്. അത് കൊണ്ടുവന്ന് ഹാജരാക്കിയത് കൊണ്ട്, ആ നെക്ഷർ കൊണ്ടുവന്ന് ഹാജരാക്കിയത് കൊണ്ടൊന്നും ഇത് കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. കാരണം നിയമപരമായിട്ട് അത് കിട്ടാനായിട്ട് പറ്റത്തില്ല. കോടതിക്ക് അങ്ങനെ ഒരു ഓർഡർ കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു സാധനം, അതാണ് ഈ ഡിസിഷനിൽ കൂടി പറഞ്ഞത്. അത് ഒരു അൺഫോർച്ചുനേറ്റ് ഒരു ഇതായിട്ട് കൊടുത്തു പോയതാണ്. അത് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാമായിരുന്നു. ആരെങ്കിലും കോടതി ചലഞ്ച് ചെയ്തിരുന്നെങ്കിൽ അതും അങ്ങ് അടിച്ചു പോകുമായിരുന്നു. പക്ഷെ അന്ന് ചലഞ്ച് ചെയ്യാതെ അത് പോയി. അടുത്ത ദ അപെക്സ് കോർട്ടിന്റെ കേസാണ് സ്റ്റേറ്റ് ഓഫ് UP and others versus Rajkumar Sharma and others. While examining the claim of the applicant for appointment on the ground of benefit granted to similarly situated candidates, held that even if in some cases appointment have been made by make or wrongly, that does not confer any right on other person. Article 14 of the Constitution does not envisage negative equality, and if state committed the mistake, it cannot be forced to perpetuate the same mistake. അപ്പോൾ ഇതും ആ ഒരു അനക്ഷൻ A11 ഓർഡർ ന്യായീകരിച്ചുകൊണ്ട് കോടതി പറയുന്നതാണ്. അതായത് ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചുകൊണ്ട് ഇനി വീണ്ടും ഒരു മിസ്റ്റേക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡിസിഷൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നെഗറ്റീവ് ഇക്വാളിറ്റി എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ഇക്വാളിറ്റി ഉണ്ട്, നെഗറ്റീവ് ഇക്വാളിറ്റി ഉണ്ട്. അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കോടതി വിലയിരുത്തിക്കൊണ്ട് കോടതി ഓർഡർ പാസ്സാക്കി. കോടതി പാസ്സാക്കിയത് ഇങ്ങനെയാണ്: ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഡിസ്കഷൻ ആസ് എബോവ്, വി ഹോൾഡ് ദാറ്റ് ദ പെറ്റീഷൻ ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു എ കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റ് ആസ് പെർ അനക്ഷർ A3 scheme. We therefore find no reason to interfere with the order passed by the Kerala Administrative Tribunal in 2019 and consequently the above original petition is dismissed. അപ്പോൾ ആ കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റ് അവർക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് കോടതി അത് ഡിസ്മിസ് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? 2 വർഷം ആൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഇനി മൈനർ ആണെന്നുണ്ടെങ്കിൽ മെജോറിറ്റിയായി 3 വർഷം, 21 വയസ്സ് വരെ അത്രയേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പറ്റൂല, സമയം കഴിഞ്ഞു പോയാൽ. അങ്ങനെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞിടാത്ത ആൾക്കാർ ഒരുപാട് പേര് കാണും. കാരണം കമ്പാഷനേറ്റ് അപ്പോയിൻമെന്റ് ആണ്, എപ്പം മണോ കൊണ്ടൊന്ന് കൊടുത്ത് അങ്ങ് കയറി കളയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിത്തമൊക്കെ കഴിയട്ടെ, ഒരു 4-5 വർഷം കഴിയുമ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് PG ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ പോയി ജോയിൻ ചെയ്യാം എന്ന് വിചാരിച്ചാൽ നടക്കൂല. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം, ഈ പറയുന്ന ടൈം ഫ്രെയിമിൽ തന്നെ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള അഫക്റ്റഡ് പാർട്ടീസ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.